എല്ലാവരും അമ്പലങ്ങളിലൊക്കെ പോകേണ്ട തിരക്കിലാണ്. കർക്കിടക മാസമാണല്ലോ. നിങ്ങൾ ഏത് കാറ്റഗറി ഓഫ് ഭക്തന്മാരിലാണ് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? ഇവിടെ 4 കാറ്റഗറി ഭക്തന്മാരാണ് ഉള്ളത്. അർത്ഥാർത്ഥൻ, ജിജ്ഞാസു, ജ്ഞാനി. ഞാൻ പറയണതല്ല, ഭഗവത്ഗീതയിലെ 7ാമത്തെ ചാപ്റ്ററിൽ 16ാമത്തത് വായിച്ചു നോക്കുക. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ബോർഡ് കണ്ടിട്ടുണ്ടാവും, യാചകർക്ക് ഇവിടെ പ്രവേശനമില്ല എന്നുള്ളത്. ആൾക്കാരെന്താ വിചാരിക്കുക? ആ റോട്ടിലിരിക്കുന്ന ആ ഒരു ആൾക്കാരാണ് യാചകരെന്നുള്ളത്. വലിയ വലിയ കാറിൽ വന്നിട്ട് ഭഗവാനോട് എന്താ ചോദിക്കുന്നത്? ഭഗവാനെ എനിക്കിത് വേണം, അത് വേണം, ഇങ്ങനെ വേണം, ആർത്തൊലച്ച് ഭഗവാനോട് ഓളിയിട്ടിട്ട് കാര്യം. അവർക്കത് കൊടുത്തു കണ്ടില്ല. അവരിത്ര ദുഷ്ടന്തരം അവര് ചെയ്യുന്നുണ്ട്, അവരെന്നെ ദ്രോഹിക്കുന്നുണ്ട്, അവര് അച്ഛനമ്മനെ നോക്കുന്നില്ല, അവരെ മക്കളെ നോക്കുന്നില്ല, അവൻ ഇങ്ങനെ നടക്കുന്നു, അവൾ ഇങ്ങനെ നടക്കുന്നു, എന്നിട്ട് അവർക്കൊക്കെ നല്ലത് നടക്കുന്നു, നീ എനിക്ക് മാത്രം ഒന്നും തരുന്നില്ല എന്നുള്ളത് ഭഗവാനോട് പറ. അവരൊന്നും ഓഫറൊന്നും ചെയ്യില്ല, ആർത്ത് വിളിച്ച് അവർക്കും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് യാചകർ. ഇവിടെ പ്രവേശനമില്ല എന്നുള്ളത്. അത് അർത്ഥാർത്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ കൊടുക്കണം. ഭഗവാനെ, മോൾക്ക് കല്യാണം ആയില്ലെങ്കിൽ മോന് കല്യാണം ആയില്ല, കല്യാണം ശരിയാക്കി തായോ, ഞാൻ എനിക്ക് പാൽപ്പായസം നേദിക്കാം. എൻട്രൻസ് ചെയ്യിപ്പിച്ചതായോ, ഞാൻ ഇത് തരാം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ശരിയാക്കി തായോ. അവിടെ പോകുമ്പോൾ വലിയ സ്വർണ്ണവളക്കിനെക്കാട്ടിലും കൂടുതലേ, പക്ഷെ പൈസ പുറത്തുനിന്നാണല്ലോ വരുന്നത്. അർത്ഥാർത്ഥൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഓഫർ ചെയ്യുന്ന ഒരാളാണ്. അതും നടക്കില്ല. ഭഗവാനാണോ നിങ്ങൾ ഓഫർ കൊടുക്കുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച ഭഗവാനാണോ നിങ്ങൾ ഈ സ്വർണ്ണ വിളക്കോ, സ്വർണം തന്നെ സൃഷ്ടിച്ച ഭഗവാനാണോ സ്വർണം കൊടുക്കണ? ജിജ്ഞാസു എല്ലാം കണ്ടറിയും, അതിന്റെ സത്യാവസ്ഥ അറിയാനും അവിടെ എന്താ നടക്കണെന്ന് എന്നറിയാനും കുറെ പേരുണ്ട്. ഈ എല്ലാ അമ്പലങ്ങളിലേക്ക് പോകും, എല്ലാ അമ്പലത്തിലും അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ ചെയ്താൽ ശരിയായിരിക്കും, ഇതായിരിക്കുമോ ശരി, അപ്പൊ അത് ശരിയല്ല, എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിയാനുള്ളൊരു ത്വരാന്ന് പറയില്ലേ, അതാണ് ജിജ്ഞാസു ചെയ്യുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ അറിയാ കാര്യങ്ങളൊക്കെ പോയി നിരീക്ഷിക്കാന്നുള്ളത്. ആള് ഓഫറൊന്നും ചെയ്യില്ല, ചിലപ്പോൾ വേണ്ടി വന്നാൽ ചെയ്യുന്നുള്ളൊരു ഇതിലാണ്. ജ്ഞാനി ലക്ഷങ്ങളിലും കോടികളിലും കുറച്ച് പേർക്കുണ്ട്. അവർ അമ്പലങ്ങളിലൊന്നും പോവില്ല, അവരുടെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ജ്ഞാനിയാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നൊന്ന് പറയാം.